നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കുറയുകയാണെന്ന് US സർക്കാരിൻ്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിദ്വേഷ പ്രസംഗം ഉൾപ്പെടെയുള്ള തെറ്റായ വിവര പ്രചരണങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കു നേരെയുള്ള ആക്രമണത്തിന് ഇടയാക്കുന്നുവെന്നും ഇക്കാരണത്താൽ ഇന്ത്യയെ പ്രത്യേക ആശങ്കയുളവാക്കുന്ന രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും US വിദേശകാര്യ വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതേസമയം US സർക്കാരിൻ്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ പക്ഷപാതിത്വമുള്ളതും രാഷ്ട്രീയ അജണ്ടയോടെ പ്രവർത്തിക്കുന്നതുമായ സംഘടനയാണെന്നാണ് പറഞ്ഞ് റിപ്പോർട്ട് ഇന്ത്യ തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിദേശവിരുദ്ധർ ആരെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നുവെന്നും ഗവർണർ പറഞ്ഞു. ശ്രദ്ധയിൽപ്പെട്ട ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഉടൻ അറിയിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലും ഗവർണർ വിശദീകരണം തേടി. ശശിക്കെതിരായ PV അൻവറിൻ്റെ ആരോപണങ്ങളെ അറിയിച്ച അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. PV അൻവറിൻ്റെ ലക്ഷ്യം CPM-ഉം LDF സർക്കാരുമാണെന്നും ഇനിയിപ്പോൾ അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചാൽ അതിനെയും നേരിട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചു. CPM സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകിയ പരാതിക്കത്തിലെ ആരോപണങ്ങളിലാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. ഈ ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ശശി അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് പറയുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് 3 ആഴ്ച സമയം നീട്ടി നൽകി കോടതി. അവസാന അവസരമെന്ന പരാമർശത്തോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സമയം നീട്ടി നൽകിയത്. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനൊപ്പം ദേവസ്വങ്ങൾക്കും കോടതി സമയം അനുവദിച്ചു. തൃശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന് പ്രതികരണവുമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള ഗൂഢാലോചന കണ്ടെത്തി ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ നാളെ പൂരം കാണാൻ എത്തുന്നവരുടെ പേരിലും കേസെടുക്കുമോ എന്നും ചോദിച്ചു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് അന്വേഷണം കൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ല എന്നാണ് കരുതുന്നതെന്നും സത്യം പുറത്തുവരാൻ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. PR ഏജൻസി തൃശൂർ പൂരം ADGP വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളങ്ങളാണ് പത്രസമ്മേളനങ്ങളിൽ തട്ടിവിട്ടതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. കള്ളം പറയാൻ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വായ തുറക്കുന്നതെന്നും മഹാരഥന്മാരായ മുഖ്യമന്ത്രിമാർ ഇരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നതെന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നും പിണറായി വിജയൻ മറക്കുകയാണെന്നും K സുധാകരൻ പറഞ്ഞു. ശശിയോ ADGP അജിത് കുമാറോ അല്ല മാറേണ്ടതെന്നും രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണെന്നും മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞു. ഓഫീസിലെ ആളുകൾ മാറിയാൽ മുഖ്യമന്ത്രിക്ക് വേറെ ആളുകളെ കിട്ടും. ശിവശങ്കറിന് പകരം ശശിയെ കിട്ടിയ പോലെ കൊള്ളരുതായ്മ ചെയ്യാൻ എല്ലാ കാലത്തും പിണറായിക്ക് ഒത്ത കള്ളന്മാരെ കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു. ധീരമായ നിലപാടെടുത്താണ് അൻവർ നീങ്ങുന്നതെന്നും KM ഷാജി പറഞ്ഞു. കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടൻ മോഹൻരാജ് അന്തരിച്ചു. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം. 300ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടമായവരെ പുനരധിവസിപ്പിക്കുന്നതിന് മോഡൽ ടൗൺഷിപ്പ് ഒരുക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റുമാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരമാണ് സ്ഥലം ഏറ്റെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി ബിനോയ് വിശ്വം പറഞ്ഞു. CPI സംസ്ഥാന നിർവാഹക കൗൺസിൽ യോഗത്തിലാണ് ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചത്. DGPയുടെ നേതൃത്വത്തിൽ ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട കാര്യവും ബിനോയ് വിശ്വം യോഗത്തെ അറിയിച്ചു.
നവകേരള യാത്രക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മന്ത്രിയുടെ ഗൺമാന്മാരായ സന്ദീപിനും അനിൽകുമാറിനും ക്ലീൻ ചിറ്റ്. കേസ് അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് റഫറൻസ് റിപ്പോർട്ട് നൽകി. പരാതി വ്യാജമാണെന്നും മർദ്ദിച്ചതിന് തെളിവില്ലെന്നും ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നുമുള്ള വാദമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഒരാഴ്ച കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. മൂത്ത മകൻ ML സജീവനും മകൾ സുജാതയും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സാവകാശം തേടി. ഇതോടെയാണ് മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് നേരത്തെ ഉണ്ടായ ഇടക്കാല ഉത്തരവ് ഒരാഴ്ച കൂടി നീട്ടിയത്. KSRTC സെപ്റ്റംബർ മാസത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ചെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTCയുടെ 85% ഡിപ്പോകൾ സെപ്റ്റംബറിൽ പ്രവർത്തന ലാഭം നേടിയെന്ന് മന്ത്രി അറിയിച്ചു. ഈ ചരിത്ര നേട്ടത്തിൽ ജീവനക്കാരെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഹിന്ദു പത്രത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ പരാതി നൽകി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള അഭിമുഖത്തിനെതിരെയാണ് പരാതി. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കും CJM കോടതിയിലുമാണ് പരാതി നൽകിയിരിക്കുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ പച്ചക്കള്ളം പറഞ്ഞ് മുഖ്യമന്ത്രി അപഹാസ്യനായെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. ഒരു കള്ളം മറച്ചുവെക്കാൻ 100 കള്ളം പറയുകയാണ് മുഖ്യമന്ത്രി. മാധ്യമപ്രവർത്തകയെ കൂടാതെ മറ്റൊരാൾ റൂമിലിരിക്കുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണെന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കില്ല. മുഖ്യമന്ത്രി രാജിവെച്ച് ജനങ്ങളോട് നീതി പുലർത്തണമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K. തോമസിനെ ഉടൻ മന്ത്രിയായി നിയമിക്കില്ല. മുഖ്യമന്ത്രിയുമായുള്ള NCP നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ തീരുമാനത്തിനായി കാത്തിരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരും. കൂടിക്കാഴ്ചയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വം ദേശീയ നേതാക്കളെ അറിയിക്കും. ADGPയുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് RSS നേതാവ് വത്സൻ തില്ലങ്കേരി. വയനാട് ഉരുൾപൊട്ടലിൽ സേവന പ്രവർത്തനങ്ങൾക്കായി എത്തുന്ന ആംബുലൻസുകൾ പോലീസ് തടയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ADGP MR അജിത് കുമാറിനെ കണ്ടതെന്നും 4 മിനിറ്റായിരുന്നു കൂടിക്കാഴ്ചയെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.